ഹൗസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നാളെയാണ് നമ്മുടെ എക്സാം വരുന്നത്. നമുക്ക് തകർത്ത് എഴുതാനുള്ളതാണ്. ഇനിയിപ്പോ ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് പഠിക്കാനുള്ള കുറച്ച് വഴികളായിട്ടും ഇനിയിപ്പോ എല്ലാം പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്കും പഠിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫോർമാറ്റുകളാണ് അല്ലെ. ഫോർമാറ്റ് പഠിക്കാതെ നമുക്ക് ഒരു പരിപാടി ഇല്ല ഹിന്ദിയിൽ. അതൊക്കെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചധികം ഫോർമാറ്റുകൾ ഇത് പറയാം. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ഒന്നുകൂടി എക്സാം ആവുന്ന സമയത്ത് അത് ഒന്നുകൂടി കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണല്ലോ. ഇനിയിപ്പോൾ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെയുള്ളൂ പഠിച്ചെങ്കിലും എന്താണ്, ഫോർമാറ്റ് നമുക്ക് എഴുതാതെ വേറെ പരിപാടിയില്ല. നമുക്ക് എന്തായാലും ഹിന്ദിയിൽ കുറച്ച് ആൾക്കാരെ ചോദിക്കാനുള്ളൂ. ആരൊക്കെയാണ്? ഡയറി ചോദിക്കുന്നുണ്ടാവും, ലെറ്റർ ചോദിക്കുന്നുണ്ടാവും, പിന്നെ പട്കഥ. പട്കഥ എന്താ എന്നുള്ളത് കുറേ മക്കൾ ഇന്നലെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. സാരമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് പറഞ്ഞിട്ട് പോവാം കേട്ടോ. പിന്നെ എന്താണ്, പോസ്റ്റർ, 2 ടൈപ്പ് പോസ്റ്റർ ചോദിക്കുന്നുണ്ടാവും. ആശയം നമ്മൾ വിശദമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. പിന്നെന്താണ്, വാക്യ പിരമിഡ് നമ്മളിപ്പോൾ ഷോർട്ടൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും. അതും നിങ്ങൾക്ക് എന്താണ് ഒരു ഏകദേശമൊക്കെ ഐഡിയ ഉണ്ട്. പിന്നെ വാർത്താലാപ് അല്ലേ. വാർത്താലാപിലാണ് നിങ്ങൾ എല്ലാവരും കുടുങ്ങാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ല് പരീക്ഷിക്കുന്ന സാധനമാണ്. അതെന്താണ്, കോൺവെർസേഷൻ എഴുതുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താണ് എഴുതാൻ കഴിവുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ എന്താണ്, ചരിത്രഗത വിശേഷതായും ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നമ്മൾ എന്താണ് നമ്മുടെ മെഗാ മാരത്തോണിലും അല്ലാതെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ക്യാരക്ടർ സ്കെച്ചുകൾ. പിന്നെ എന്താണ്, അപഠിത ഗദ്യാംശം അല്ലെങ്കിൽ കാവ്യാംശം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പേര് കേട്ടിട്ട് പേടിക്കേണ്ട സംഭവം എന്താണ്, പുറത്തുനിന്ന് വരുന്ന സാധനം. അത്രയേ ഉള്ളൂ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഒരു കവിത അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്, അതിനാണ് ഗദ്യാംശം കാവ്യാംശം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നത്. അതെന്തായാലും ഒരു 4 മാർക്കിന് ചോദിക്കും. അതെന്തായാലും നമ്മുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, പുറത്തുനിന്ന് എന്തോ ഒന്ന് ചോദിക്കും കേട്ടോ. അപ്പം നോക്കുക. പിന്നെന്താണ്, പിന്നെയുള്ള ആളാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമർ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മെഗാ മാരത്തോണിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇതിലും പറയും. ലാസ്റ്റിലോട്ട് നമ്മൾ പറയും. അതുകൊണ്ട് ലാസ്റ്റ് വരെ എന്ത് ചെയ്യണം മക്കൾ, ഇത് കാണണം. ഇത് പഠിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു ഇതും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഇതിൽ ഫുൾ വേണ്ട സാധനങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഫുൾ വീഡിയോ ചിലപ്പോൾ ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എന്തായാലും മക്കൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഓക്കെ, നോക്കുക. അടുത്ത് നോക്കുക, നമ്മുടെ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് വരുന്ന സമയത്ത് രാജാവിന്റെ ക്യാരക്ടർ സ്കെച്ച് എന്താണ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ ആ ഒരു ഗർ താരേക്ക് യാദ അല്ലെ, ഗർ പേട് താരേക്ക് യാദ എന്ന് പറയുന്നതിൽ നമ്മുടെ ബായിയുടെ ക്യാരക്ടർ സ്കെച്ച് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏത് ക്യാരക്ടർ സ്കെച്ചാ, നമ്മുടെ എന്താണ് ഫസ്റ്റത്തെ നട്ട്ഖട്ടും ചട്ട്പട്ടും ഉണ്ട് അല്ലെ, അവരുടെ 2 ആളുടെയും ക്യാരക്ടർ സ്കെച്ച് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ക്യാരക്ടർ സ്കെച്ചിനായിട്ട് ഒരു പാഠം തന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഫർഹാദിന്റെ പാഠം അല്ലെ. അപ്പൊ ഇത്രയും ആൾക്കാരുടെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യുക, ഒരു 4-5 ആൾക്കാരുണ്ട്, 5 ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ 5 ആൾക്കാരുടെയും ക്യാരക്ടർ സ്കെച്ച് ഒരു ഏകദേശം ഐഡിയ എനിക്ക് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾ വരുത്തണം കേട്ടോ. ഓക്കെ, അതെന്തായാലും നമ്മൾ പറയുന്നുണ്ടാവും. ഇനി നോക്കുക, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പട്കഥ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം. പട്കഥ എന്ന് വെച്ചാൽ ഒന്നുമില്ല, തിരക്കഥയാണ്, സ്ക്രിപ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, സിനിമ എടുക്കുകയാണെന്ന് വിചാരിക്കുക. സിനിമയ്ക്ക് ആദ്യം നമുക്ക് എന്താ വേണ്ടത്, കഥ വേണം, ക്യാമറ വേണം, അതൊന്നും അല്ല. നമുക്ക് ആദ്യം വേണ്ട സാധനം എന്താണ്, സ്ക്രിപ്റ്റ് വേണം. നല്ലൊരു സ്ക്രിപ്റ്റ് വേണം. സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതാം എന്നുള്ളത് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ 9ാം ക്ലാസ്സിൽ നമ്മുടെ ക്രിസ്മസ് എക്സാം തൊട്ട് നമുക്ക് ചോദിച്ചു വരുന്നൊരു സംഭവമാണ്. ആനുവൽ എക്സാമിന് എന്ത് ചെയ്യും, ഇതേ സാധനം ചോദിക്കുന്നുണ്ടാവും. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു എന്താണ്, കഴിഞ്ഞ തവണ നിങ്ങൾക്ക് പട്കഥ ചോദിച്ചിട്ടുള്ളത് ചട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ്. അതിന് മുമ്പത്തെ പ്രാവശ്യം നമുക്ക് എന്താണ് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത് ഗർ പേട് താരയ്ക്ക് യാദ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നാണ് പട്കഥ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ രാജ ഓർ വിദ്രോഹി എന്നുള്ള പാഠത്തിൽ നിന്ന് എന്താണ് പട്കഥ ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഏത് പാഠത്തിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരേ സാധനമാണ്. ഇനിയിപ്പോൾ അഥവാ ഒന്നും എഴുതാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഫോർമാറ്റ് മാത്രം എഴുതി വെച്ചാലും നമുക്ക് കുറച്ച് മാർക്ക് കിട്ടും. പക്ഷെ ഈ ഫോർമാറ്റ് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്തായാലും മക്കൾക്ക് ബോക്സ് തരും എന്നറിയാലോ അല്ലേ, ബോക്സ് തരും എന്നറിയാം. അതിന് മുമ്പേ നിങ്ങൾ എന്താണ് എല്ലാം ഏകദേശ രീതിയിൽ എന്താണ് മാർക്ക് കിട്ടാനുള്ള ഒരു സംഭവമാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് 1 മാർക്കിന് 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ട് മിസ്സേ, അതെങ്ങനെ ചെയ്യുന്നല്ലേ. 1 മാർക്കിന് 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ മിക്കവാറും എവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് തന്നിട്ടുള്ള ഈ ബോക്സ് ഉണ്ടാവും. ഈ ബോക്സ് ആണ് നമ്മുടെ എന്ത് സൂപ്പർ പവർ എന്ന് പറയുന്നത്. അതിനുള്ളിൽ തന്നെ എന്താണ് ഏകദേശ സാധനങ്ങൾ നമുക്ക് കിട്ടും. അത് നന്നായിട്ട് വായിച്ചോളാം. അതാണ് നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 1 മാർക്കിന് 2 മാർക്കിൻ്റെ ഏകദേശം എവിടെ തന്നെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. അത് പാഠം നന്നായി പഠിച്ച ആൾക്കാർക്കാണ് എഴുതാൻ പറ്റുക. പിന്നെ എന്താണ്, പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഈ ഒരു എന്താണ് ഫോർമാറ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എക്സാം എഴുതുമ്പോൾ നാളെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ഫോർമാറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുക. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 1 മാർക്കിന് 2 മാർക്കിന് ക്വസ്റ്റ്യൻ നിനക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യരുത്, സ്കിപ്പ് അടിക്കരുത്. 4 മാർക്കിൻ്റെ അറിയില്ലെങ്കിൽ സ്കിപ്പ് അടിക്കാൻ പാടില്ല. എന്തെങ്കിലും എഴുതി വെക്കുക. എന്തെങ്കിലും എഴുതി വെച്ചാലും നമുക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. അതാണ് നമ്മുടെ എന്ത് റൂൾ നമ്പർ 2 എന്ന് പറയുന്നത്. റൂൾ നമ്പർ 3 എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതുക.
അത് ഞാൻ എപ്പോഴും പറയുന്ന സംഭവമാണല്ലോ. എന്ത് ചെയ്യാം, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാം. ഒരു തരത്തിലും പേടി ഉണ്ടാവാൻ പാടില്ല. പേടി എന്ന് പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എഴുതാൻ പറ്റില്ല. പേടിയൊന്നും ഇല്ലാതെ ഇപ്പം അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അഭിനയിക്കായിരുന്നിട്ട് എനിക്ക് പേടിയില്ല എന്നുള്ള പോലെ അങ്ങോട്ട് എഴുതാം. ഹിന്ദി എക്സാം ആണ്, എനിക്ക് എഴുതാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസിൽ എഴുതാം കേട്ടോ. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഹിന്ദി എക്സാം നിങ്ങൾക്ക് സെറ്റാണ് കേട്ടോ. ഓക്കെ, നോക്കാം. അപ്പം പട്കത് 1 നമുക്ക് പറയാം. ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? സീൻ 1 എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. സീൻ 1 എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെപ്പോഴും പറയും സീൻ 1, സീൻ 2, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതി വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് സീൻ 1 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. പിന്നെ സ്ഥാൻ മീൻസ് എന്താണ്? പ്ലേസ് ആണ്. അപ്പൊ ആ ഒരു പാഠം നമുക്ക് ആ ഒരു ബോക്സിൽ തന്നിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തിനനുസരിച്ച് മക്കൾ എന്ത് എഴുതി കൊടുക്കണം? ഒരു സ്ഥലം എഴുതി കൊടുക്കണം. ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ നമ്മുടെ എന്താണ് രാസ്ത, വഴിയായിരിക്കും. നമ്മുടെ ചട്പട്ടിന്റെ നട്കട്ടിന്റെ ഒക്കെ സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ വഴി ഉണ്ടാവാൻ വേണ്ടി സാധ്യത ഉണ്ട്. പിന്നെ ഗർ, ചിലപ്പോൾ വീട്ടിൽ വെച്ചിട്ടായിരിക്കും നടക്കുക, വീടായിരിക്കും സംഭവം എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്തായിരിക്കും, സ്കൂളിൽ വെച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ രാജാവ് വിദ്രോഹിയാണെങ്കിൽ രാജധാനി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കേണ്ടി വരും. ഇങ്ങനെ മാറ്റി കൊടുക്കേണ്ടി വരും സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ സ്ഥലം ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. നമ്മുടെ കഥാപാത്രങ്ങളുടെ ആ ചുറ്റുപാട് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു സ്ഥാനം ഇങ്ങോട്ട് എഴുതി വെക്കാം. ഓക്കെ, അടുത്ത എന്താണ്? സമയം എഴുതുമ്പോൾ മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വെറുതെ 9 മണി 10 മണി എന്ന് എഴുതി വെക്കലല്ല. രാത്രിയാണോ രാവിലെയാണോ എന്നുള്ളത് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ഇപ്പൊ ചട്പട്ടും ചട്കട്ടിന്റെയും പാടത്തു നിന്നാണെങ്കിൽ അവർ രാവിലെ മാത്രമേ നടക്കത്തുള്ളൂ, രാത്രി പരിപാടി ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ നോക്കുക, ഒന്നില്ലെങ്കിൽ സുബ, രാവിലെ എന്നുള്ളതിന് നമ്മൾ എന്താ സുബ എന്ന് പറയും. മക്കൾ ഇത് വേണമെങ്കിൽ പഠിച്ചു വെച്ചോളൂ കേട്ടോ, രാവിലെ എന്നുള്ളതാണ്. പിന്നെ എന്താണ്? രാത്ത് മീൻസ് എന്താണ്? രാത്രിയാണ്. പിന്നെ ഷാം മീൻസ് എന്താണ്? വൈകുന്നേര സമയമാണ്. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് ടൈമുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഷാം, സുബ, രാത്ത്. ദോപ്പഹർ എന്ന് ഉച്ചയ്ക്ക് പറയും, പക്ഷെ ഉച്ച നടക്കുന്ന സംഭവങ്ങളൊന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുക, ദോപ്പഹർ അങ്ങ് ഒഴിവാക്കുക. ഈ 3 ആൾക്കാരെയും പഠിക്കുക. ഇപ്പൊ നോക്കുക എങ്ങനെ എഴുതണം. എന്നിട്ട് സുബ ഇപ്പൊ എന്താണ്? ഒരു 9 ബജെ. ബജെ മീൻസ് എന്താ അറിയോ? 9 മണി എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് എഴുതുന്നതാണ്. അപ്പൊ രാത് 11 ബജെ, രാത്രി 11 മണി എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എഴുതാം. അപ്പൊ ഇത് നോക്കുക, ഈ ഒരു കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ തന്നെ എന്ത് ചെയ്യും, മാർക്ക് കിട്ടും. സ്ഥലം ഒന്നും അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലമൊക്കെ എഴുതി വെക്കുക. ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്തിന്റെ പേര് എഴുതി വെച്ചാലും സാരമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കഥാപാത്രങ്ങൾ ആ ബോക്സിൽ ഏത് പാടത്തുനിന്നാണോ നമുക്ക് ഇത് എഴുതാൻ വന്നിട്ടുള്ളത്, തിരക്കഥ എഴുതാൻ വന്നിട്ടുള്ളത്, അതിനനുസരിച്ച് എന്ത് ചെയ്യണം, മക്കൾ എഴുതണം. ഇപ്പൊ ചട്പട്ടും നട്കട്ടും ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ മാത്രമാണ് മിസ് എഴുതുന്നത്. ചട്പട്ടോർ എന്താണ്? നട്കട്ട് എന്ന് പറഞ്ഞിട്ട് മക്കൾ എഴുതി വെക്കുന്നു. ഓക്കെ, നട്കട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കണം. കഥാപാത്രത്തിന്റെ പേര് കറക്റ്റ് എഴുതി വെക്കുന്നു. എന്നിട്ട് ഉമ്ര മീൻസ് എന്താണ്? ഏജ് ആണ്. ഏജിനാണ് നമ്മൾ ഉമ്ര എന്ന് പറയുന്നത്. ഏജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കുക അല്ലെ. നമ്മൾ പറയുന്നുണ്ട് ഒരാൾ 3ാം ക്ലാസ്സിലാണ്, ഒരാൾ 5ാം ക്ലാസ്സിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു ഏജ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇട്ട് കൊടുക്കുക. ചട്പട്ട് എന്ന് പറഞ്ഞിട്ട് ഇത്ര ഏജ്, നട്കട്ട് എന്ന് പറഞ്ഞിട്ട് ഇത്ര ഏജ് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഘർ പേട് താരക്ക് യാതെന്നാണെങ്കിൽ എന്താണ്, നമ്മുടെ കൃത്യമായിട്ട് വയസ്സ് അവിടെ പറയുന്നുണ്ടായിരുന്നു. 13 വയസ്സ് 11 വയസ്സ് നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മൾ ഇന്നത്തെ മെഗാമാരത്തോണിൽ ഒന്നുകൂടി നമ്മൾ പറഞ്ഞുതരും ആ പട്കഥ എങ്ങനെ എഴുതണ്ടേ എന്നുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് മക്കൾ ഏജ് ഇട്ട് കൊടുക്കുക. നല്ല രസം ഇത് എഴുതാൻ വേണ്ടിയിട്ട് അതാ നോക്കേണ്ടത്. നമ്മൾ സ്വന്തമായിട്ട് ഒരു സിനിമക്കഥ അങ്ങ് രചിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ എന്താണ്? വേഷഭൂഷ മക്കൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഡ്രസ്സ് ഇടിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. ഒരു ഉടായ്പ വഴിയല്ല, ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. സബ് എന്ത്? സാധാരണ കപ്പടെ കേട്ടോ, സാധാരണ കപ്പടെ പെഹനെ ഹെ എന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, പെഹനെ ഹെ എന്ന് പറഞ്ഞിട്ട് മക്കൾ എഴുതി വെക്കുന്നു. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ ഒരു വഴി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡ്രസ്സ് സാരി ഉടുപ്പിക്കുക, ബനീൻ ഇടിപ്പിച്ചു കൊടുക്കുക ഒന്നും വേണ്ട. എല്ലാവരും ഒരു സാധാരണ ഡ്രസ്സ് ഇടിപ്പിച്ചെടുത്തിട്ടുണ്ട്, അത് എല്ലാ പട്കഥയിലും അത് കൊണ്ടേ എഴുതി വെക്കുക. വേഷ്ഭൂഷ മീൻസ് എന്താണ്? ഡ്രസ്സാണെന്നുള്ള കാര്യം ആലോചിക്കുക. ഇതങ്ങനെ എന്ത് ചെയ്യണം, ഓർഡറിൽ അങ്ങ് മക്കൾ പഠിക്കണം. പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം എന്ത് ചെയ്യാം, മക്കൾക്ക് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ സാരമൊന്നുമില്ല, നിങ്ങൾ 9ാം ക്ലാസ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇട്ട് കൊടുക്കേണ്ട ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ എന്താണ്? സബ് ബാത് കർ രഹേ ഹേ അങ്ങനെയും വേണമെങ്കിൽ എഴുതാം കേട്ടോ. സബ് ബാത് കർ രഹേ ഹേ എന്ന് എഴുതിയാലും മതി. ഇതെല്ലാത്തിലും എന്ത് ചെയ്താൽ മതി, മക്കൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്താണ്? സബ് ബാത് കർ രഹേ എന്ന് പറഞ്ഞ സാധനം എന്താണ്, നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സിമ്പിൾ സാധനം. ഓക്കെ, പിന്നെയാണ് നിങ്ങൾ കഥാപാത്രം 1 പാത്ര 2 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കരുത്. ഏതാണോ കഥാപാത്രം ഉള്ളത് അവരുടെ പേര് ഇവിടെ എഴുതി കൊടുക്കണം. ഇപ്പൊ ചട്പട്ട് സംസാരിക്കുന്നത് ബ്ലാ 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 ബ്ലാ, നട്കട്ട് സംസാരിക്കുന്നു ബ്ലാ 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 ബ്ലാ. ഓക്കെ, അതെന്ത് ചെയ്യണം, എന്റെ മക്കൾ അവിടെ എഴുതി കൊടുക്കണം. പകുതി എവിടെ നിന്ന് കിട്ടും, ബോക്സിൽ നിന്ന് കിട്ടും. കുറച്ച് മക്കൾ എന്ത് ചെയ്യണം, എന്തായാലും എഴുതി കൊടുക്കേണ്ടി വരും. കുറച്ച് നിങ്ങൾ എഴുതി കൊടുക്കുക, കുറച്ച്
കുറച്ച് ബോക്സിൽ നിന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഒരു എഴുത്ത് എഴുതുക. എങ്ങനെ നോക്കിയാലും 4 3 മാർക്ക് കിട്ടാനുള്ള സാധനമാണിത്. നല്ല പെർഫെക്റ്റ് ആക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് തന്നെ പട്കഥയ്ക്ക് നമുക്ക് കിട്ടു തരും ടീച്ചേഴ്സ്. ലാസ്റ്റ് എന്ത് ചെയ്യുക, ദൃശിക അന്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എൻഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക എന്നുള്ള കാര്യമാണ്. ഓക്കെ യെസ്. ഇനി നോക്കി എന്താണ്, പട്കഥ നമുക്ക് ഓക്കെ ആണ്. ഈ പട്കഥ എന്തായാലും പഠിച്ചോണേ, നാളത്തെ എക്സാമിന് ഷുവർ ആണ്. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത്ര നേരം എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡയറിയുടെ ഫോർമാറ്റ് എല്ലാവരും ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഡയറി എന്താണ്, സന്തോഷിക്കുന്ന ഡയറി ഉണ്ട്, സങ്കടത്തിന്റെ ഡയറി ഉണ്ട്. ഒരുപാട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. നോക്കുക, ഡേറ്റ് ഇടണം, ടൈം ഇടണം, ഡേ എഴുതണം. ഇത് എഴുതാതെ നമുക്കൊരു പരിപാടിയില്ല. സന്തോഷമാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതി കൊടുക്കും നോക്കിക്കേ. ആജ് കാ ദിൻ മേ കൈസേ ഭൂലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെന്ന് എനിക്കറിയാം, എന്നാലും വെറുതെ ഒന്ന് പഠിച്ചിട്ട് കേട്ടോ. ആജ് ഖുഷി കാ ദിൻ താ, നമ്മുടെ കഥാപാത്രത്തിന് സന്തോഷമാണെങ്കിൽ ഇന്ന് സന്തോഷമുള്ള ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. മേരാ മൻ ബഹുത് ഭർ ഗയാ ഹെ, എൻ്റെ മനസ്സ് ഒരുപാട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഇത്തനാ ഖുഷി, ഇത്രയും സന്തോഷം ജിന്ദഗി മേ പെഹലി ബാർ ആയാ ഹെ. ജിന്ദഗി മീൻസ് എന്താണ്, ലൈഫ് ആണ്. ലൈഫിൽ പെഹലി ബാർ, ഫസ്റ്റ് ടൈം ആണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. പിന്നെ കഥാപാത്രത്തിന് പറയാനുള്ള സംഭവങ്ങളും നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കീ പോയിന്റ്സും പിന്നെ നമ്മുടെ ബോക്സത്തെ കുറച്ച് കാര്യങ്ങളും നിങ്ങളുടേതായ ഭാവനകളും എല്ലാം കൂടി ചേർത്ത് കുറച്ച് ബ്ലാ 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 എഴുതി വെക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ബ്ലാ ബ്ലാ എഴുതേണ്ട പരിപാടിയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, ലാസ്റ്റ് കൺക്ലൂഷൻ ഡയറിയുടെ ഇങ്ങനെയാണ്. യ മേരെ ജീവൻ കാ അവിസ്മരണീയ ദിൻ താ, അല്ലെ ഇതെന്റെ ജീവിതത്തിലെ അവിസ്മരണീയ ദിൻ താ, മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. മക്കൾക്ക് പഠിക്കാൻ അത് ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു സെന്റൻസ് ഉണ്ട്, ഇത് രണ്ടും എഴുതി വെക്കണ്ട, അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. നോക്കുക, ആജ് കാ ദിൻ മേരെ ലിയേ ഹമേഷ യാദ്ഗാർ രഹേഗ, ഇന്നത്തെ ദിവസം എനിക്ക് എന്ത് ചെയ്യും, ഹമേഷ എപ്പോഴും യാദ്ഗാർ രഹേഗ, ഓർമ്മ നിൽക്കും എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഒന്നില്ലെങ്കിൽ അവിസ്മരണീയ പഠിക്കുക, അല്ലെങ്കിൽ യാദ്ഗാർ പഠിക്കുക, ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സന്തോഷമുള്ള ദിവസത്തെ ഡയറി എന്ന് പറയുന്നത്. ഇനി സങ്കടമാണെങ്കിൽ എന്താണ്, ഇതൊക്കെ ഒരേപോലെ തന്നെ, ഇതൊന്നും മാറ്റണ്ട. പക്ഷെ മാറ്റേണ്ട സംഭവം എന്താണ്, ഇവിടെ മാത്രം ഒന്ന് മാറ്റി കൊടുക്കുക. നോക്കാം, ആജ് കാ ദിൻ മേ കൈസേ ഭൂലൊക്കെ അതേപോലെ തന്നെ ആജ് കൈസേ ദിൻ താ, ഇന്ന് എന്ത് ദിവസമായിരുന്നു. ഇത്തനാ ബുറാ ദിൻ ജിന്ദഗി മേ പെഹലി ബാർ ആയാ ഹേ, നമ്മൾ ഇവിടെ എഴുതിയത് ഇത്തനാ ഖുഷി അല്ലേ, ഇത്തനാ ഖുഷി ജിന്ദഗി മേ പെഹലി ബാർ ആയാ ഹേ, ഇത്രയും സന്തോഷം ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഇത്രയും ബുറാ ദിൻ, മോശം ബാഡ് ഡേ എന്താണ്, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നു. അത്രയുള്ള വ്യത്യാസം. സങ്കടത്തിൽ കുറച്ച് വ്യത്യാസം മാത്രം വരുത്തി കൊടുത്താൽ മതി ആ ഡയറി. ഡയറി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, ലെറ്റർ, ഈ ലെറ്റർ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഫോർമാറ്റ് പഠിക്കണം. 2 മാർക്ക് ഫോർമാറ്റിന് മാത്രം വെറുതെ കിട്ടുന്ന സംഗതിയാണ്. പിന്നെ നടുവിൽ നിങ്ങൾ കുറച്ച് ബ്ലാ ബ്ലാ എഴുതി കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു 3 മാർക്ക് വരെ സെറ്റാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് പത്രം എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് ആർക്ക് മാത്രമേ ലെറ്റർ എഴുതാൻ വരുള്ളൂ, നമ്മുടെ ഫ്രണ്ടിന് മാത്രമേ എഴുതാൻ വരാറുള്ളൂ. അതുകൊണ്ട് ഇത് ഈ ഒരു ഫോർമാറ്റ് ആണ് മക്കള് പഠിച്ചു വെക്കേണ്ടത്. നോക്കാം, സ്ഥാനം എഴുതി കൊടുക്കുക, സ്ഥലം എഴുതി കൊടുക്കുക, സ്ഥാനം എഴുതി കൊടുക്കുക, ഡേറ്റ് എഴുതി കൊടുക്കുക, ഡേറ്റ്. ഓക്കെ, ഡേറ്റും കൂടി എഴുതി കൊടുക്കുന്നു. തുടങ്ങാണേ, ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ തുടങ്ങാം. പ്രിയപ്പെട്ട മിത്രമേ എന്ന് പറഞ്ഞ് തുടങ്ങുന്നു. ഈ ഒരു ഫോർമാറ്റ് എഴുതുന്ന സമയത്ത് മക്കള് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും ഫോർമാറ്റ് തെറ്റിക്കരുത്. ഫോർമാറ്റ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് അവിടെ പോകും. ഫോർമാറ്റ് പക്ക ആയാൽ മാത്രമേ ബാക്കി മാർക്കും കിട്ടുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. തും കാസേ ഹോ, നിനക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ എന്നുള്ള പോലെ അല്ലേ. കാസേ ഹോ, മേ ഹാ ടീക്ക് ഹും, ഞാനിവിടെ ഓക്കെ ആണ്, എനിക്ക് സുഖമാണെന്നുള്ള പോലെ ഞാൻ ഓക്കെ ആണ്. മേ യ പത്ര, ഞാൻ ഈ ഒരു ലെറ്റർ, ഏക് വിശേഷ് ബാത്, ഒരു വിശേഷപ്പെട്ട കാര്യം, ബത്താനെ കേ ലിയേ ലിഖ് റഹാ ഹൂം, പറയാൻ വേണ്ടിയിട്ടാണ് ലിഖ് റഹാ ഹൂം, എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് കുച്ച് ദിൻ പെഹലെ, കുറച്ച് ദിവസം മുമ്പേ ഇങ്ങനെയുണ്ടായി നമ്മുടെ ബ്ലാ 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 ഇവിടെ എഴുതി കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഉണ്ടായി. ഇപ്പം നട്ട്ഖട്ടിന്റെ ഡയറി ആണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം തലയും കുത്തി താഴെ വീണു, ഇതാണ് പേർ ഫിസൽക്കർ നദീമേ ഗിർ ഗയാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. നമ്മൾ കീ പോയിന്റ്സ് പഠിച്ചതാണ്. ആ കീ പോയിന്റ്സിന്റെ കുറച്ച് കാര്യങ്ങളും ബോക്സത്തെ കുറച്ച് കാര്യങ്ങളും നിങ്ങളുടെ കുറച്ച് ഭാവനയും എല്ലാം കൂടി കുത്തിക്കലക്കിയിട്ടാണ് ഈ ബ്ലാ 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 സ്ഥലം എഴുതി ഫില്ലാക്കേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കാം. എന്നിട്ടോ ലാസ്റ്റ് നോക്കിക്കേ, ലാസ്റ്റ് നിങ്ങൾ എന്ത് എഴുതി കൊടുക്കും, സബ്കോ മേരാ പ്യാർ കർ ദേന, കത്ത് അയക്കുന്ന ഫ്രണ്ടിന്റെ വീട്ടിലത്തെ ആൾക്കാർക്ക് സുഖമാണോ എന്നൊക്കെ നമ്മൾ എന്തായാലും പറയണം അല്ലേ. അപ്പൊ എല്ലാവരോടും എന്ത് പറയണം, പ്യാർ കർ ദേന, പ്യാർ അറിയിക്കണം, സ്നേഹം അറിയിക്കണം എന്ന് നമ്മൾ എന്തായാലും പറയണം. എന്നിട്ടോ ഈ ഒരാളെ എപ്പോഴും എൻ്റെ മക്കൾ വിട്ടുപോകാറുണ്ട്, എപ്പോഴും വിട്ടുപോകുന്ന ആളാണ് ജവാബി പത്ര, വിട്ടുപോകരുത്. മറുപടി കത്താണ്. മറുപടി കത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷ കറാഹും, പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നേടാൻ നിർബന്ധമായിട്ട് എഴുതണം. അല്ലാതെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കില്ലടാ. അപ്പൊ അങ്ങനെ എന്തായാലും എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, പിന്നെ നിങ്ങൾ മറക്കുന്ന വേറൊരാളാണ് ഇത്.
ഓക്കെ, അതിനു മുമ്പ് നമുക്ക് വേറൊരാളെ പറയണം. ഈ ലെറ്റർ എഴുതുന്ന ആളുടെ പേര് ഇവിടെ എഴുതണം. തുമാര മിത്ര, നിന്റെ സ്വന്തം സുഹൃത്ത്. ഇപ്പൊ നട്ട്കട്ട് ഫ്രണ്ടിനെ എഴുതുന്നതാണെങ്കിൽ നട്ട്കട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുന്നു. ഇനിയിപ്പോ ബായി എഴുതുന്നതാണെങ്കിൽ ബായി എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നു. അങ്ങനെ ഏത് ക്യാരക്ടറാണോ ലെറ്റർ എഴുതുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് കാണാതെ അങ്ങ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലെണ്ണം ലെറ്റർ ഒക്കെ എഴുതുക, എന്നിട്ട് ഈ സാധനം മറന്നു പോകും. ഈ ബോക്സിലുള്ള ആ സാധനം മറന്നു പോകാൻ പാടില്ല. സേവാമി നാം പത്ത, ഇതങ്ങ് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഒന്നും ഇല്ല, എന്താണ്, 2 ആണ്, 2 അഡ്രസ് ആണ്. ആർക്കാണോ നമ്മൾ കത്തയക്കുന്നത് അവരുടെ എന്താണ് നെയിമും പത്ത അഡ്രസ്സുമാണ് ഇത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കൊന്നും വേണ്ട. സേവാമി ഞാൻ 10 എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ ഇട്ട് കൊടുത്തത് ആ സൈഡിലോട്ട് അങ്ങ് നീക്കി വെച്ചാൽ മതി. എഴുതണം. എന്നിട്ട് എല്ലാം കൂടി ഒരു ബോക്സിലൊക്കെ വരച്ച് സുന്ദരക്കുട്ടപ്പനാക്കി വെക്കുക. അതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ലെറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എത്ര പോസ്റ്റ് ആണ് നിങ്ങൾക്ക് പിന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു സാധനം. 2 ടൈപ്പ് പോസ്റ്റ് ഉണ്ട്, മക്കൾ മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. അത് ഏത് പോസ്റ്റാന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ നിങ്ങളുടെ പരിപാടി. 2 തരം പോസ്റ്റിൽ ഒന്ന് എങ്ങനത്തെ പോസ്റ്റാണ്, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ സ്കൂളിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ ഒരു സങ്കോഷ്ടി, ഒരു സെമിനാർ നടക്കുന്നുണ്ട്, എല്ലാവരും വരണം, എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാർ കീജിയെ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ അതിൽ നോട്ടീസ് കണക്കെയാണ് എഴുതേണ്ടത്. നോക്കണം, വിഷയം എഴുതി കൊടുക്കണം, ഡേറ്റ് എഴുതണം, ഡേ എഴുതണം, പിന്നെന്താണ് ഡേറ്റും ഡേയും ടൈമും സ്ഥലവും, എല്ലാവരെയും സ്വാഗതം ചെയ്യണം, ക്ലബിന്റെ പേര് എഴുതണം. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഒരു നോട്ടീസ് കണക്കെ, എന്നാൽ മാത്രമേ നമുക്ക് 4 മാർക്ക് കിട്ടുള്ളൂ. നോക്കണേ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പൊ രാജ ഒരു വിദ്രോഹി എന്ന് പറയുന്ന നാടകം നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ നടത്തുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താണോ നാടകത്തിന്റെ പേര് അത് എന്ത് ചെയ്യാം, ചക്ക വലുപ്പത്തിൽ എഴുതാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ നമുക്ക് കിട്ടും, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ അത് ഇപ്പൊ മഞ്ചൻ ഹോനേവാല ഹേ, മഞ്ചൻ ഹോന മീൻസ് എന്താണ്, നമ്മൾ സ്റ്റേജിൽ അത് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുഞ്ഞി സാധനം എന്ത് ചെയ്യുക, ഇവിടെ കുത്തിക്കയറ്റി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ്, ഇഷ്ടമുള്ളൊരു ടൈം, ഇഷ്ടമുള്ളൊരു പ്ലേസ്, GUP സ്കൂൾ സൈലം, GUP സ്കൂൾ വേറെ എന്തോന്നോ എന്തെങ്കിലും എഴുതി വെക്കുക. പിന്നെ ഇയാളെ മറന്നു പോകരുത്, എല്ലാവരും സ്വാഗതം ചെയ്യാൻ ാണല്ലോ പോസ്റ്റർ ഒട്ടിക്കുന്നത്. അപ്പൊ സബ്കാ സ്വാഗതം എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. ഒരു ഇഷ്ടമുള്ള ഒരു ക്ലബിന്റെ പേരും എഴുതി വെക്കുക. ക്ലബ് ലാസ്റ്റിലോട്ട് ക്ലബ്ബ് വേണേ, ക്ലബിന്റെ പേരും കൂടി മറന്നു പോകരുത്. ഇതാണ് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. 4 മാർക്ക് പക്കാണ് ഇതിന്. ഓക്കെ, ഇനി ചില സമയം വേറൊരു ടൈപ്പ് പോസ്റ്റർ ചോദിക്കാറുണ്ട്. നോക്കണേ, യുദ്ധക്കെ വിരുദ്ധ പോസ്റ്റർ തയ്യാർ കീജിയെ, അല്ലെങ്കിൽ പ്രകൃതി ഹമാര എന്താണ് വരദാൻ ഹേ, അല്ലെങ്കിൽ പ്രകൃതി കാ സംരക്ഷൺ കർണ ഹമാര എന്താണ് ദായിത്വ ഹേ, നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പോസ്റ്റ് വരികയെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ടൈമും സാധനമൊക്കെ ഇതാക്കി ആരെങ്കിലും സ്വാഗതം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വെറും വിഷയമാണത്. അതൊരു സന്ദേശം കൊടുത്തിട്ടുള്ള എന്താണ്, ഒരു പോസ്റ്ററാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് ചിത്രം വരച്ചെടുക്കുക, ഒരു 4-3 പോയിന്റ് എഴുതി കൊടുക്കുക, അത്ര മതി. അതാണ് അങ്ങനെയുള്ള പോസ്റ്ററുകളാണ് എന്ത് സന്ദേശം കൊടുത്തിട്ടുള്ള പോസ്റ്ററുകൾ എന്ന് പറയുന്നത്. അത് ആദ്യം തിരിച്ചറിയലാണ് നിങ്ങളുടെ പരിപാടി കേട്ടോ. ഇപ്പൊ യുദ്ധത്തിന് വിരുദ്ധമായിട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, യുദ്ധത്തിന് വിരുദ്ധമായിട്ട് നമുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. ഗർഭേട് താരയ്ക്ക് യാതയിലൊക്കെ എന്താണ് യുദ്ധത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പാഠമാണ്. അതുകൊണ്ട് അങ്ങനത്തെ പോസ്റ്ററൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള എന്താണ് നിങ്ങൾ പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ യുദ്ധ നഹി ശാന്തി ചാഹിയേ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാ. ബച്ചോങ്കോ കിതാബേ ദേ, കുട്ടികൾക്ക് പുസ്തകങ്ങളാണ് കൊടുക്കേണ്ടത്. ബന്ധുക്ക നെഹി, തോക്കുകളല്ല കൊടുക്കേണ്ടത്. വിശ്വശാന്തി ഹമാരി ജിമ്മേദാരി ഹേ, ലോകത്തിലെ ശാന്തി, പീസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഉത്തരവാദിത്വമാണ്. ജിമ്മേദാരി മീൻസ് ഉത്തരവാദിത്വമാണ് എന്നൊക്കെയാണ്. ഇത് പഠിച്ചു വെക്കേണ്ടവർക്ക് ഇത് പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ആ എളുപ്പമുള്ള സാധനം പഠിച്ചു വെക്കാം. എന്ത് വേണമെങ്കിൽ പഠിച്ചു വെക്കാം. യുദ്ധത്തിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ പ്രകൃതിനെ കുറിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഒരു പോസ്റ്റർ നമുക്ക് സന്ദേശമായിട്ട് വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. പിന്നെന്താണ്, ഈ പോസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്യ പിരമിഡാണ്. വാക്യ പിരമിഡ് സെറ്റാണ്. നമുക്ക് 3 മാർക്കിന് വരെ ഇപ്പൊ ചോദിച്ചു കാണുന്നുണ്ട്. പണ്ടൊക്കെ 2 മാർക്കിനായിരുന്നു ചോദിക്കൽ, ഇപ്പൊ 3 മാർക്കിന് വരെ ഈ വാക്യ പിരമിഡ് ചോദിച്ചു കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ആദ്യം ചെയ്യേണ്ട പരിപാടി ഞാൻ പറഞ്ഞു എന്താണ്, ഇതിന് ട്രിക്ക് കാര്യങ്ങളൊക്കെ എന്താണ് പറഞ്ഞു തന്നിട്ടുണ്ടാകും. പക്ഷെ ട്രിക്കൊന്നും ചിലപ്പോൾ എന്താവും, ട്രിക്കൊക്കെ പോയി പോകും. നിങ്ങളിത് മെയിനായിട്ട് മനസ്സിലാക്കുക, അത് ഉള്ളുകൊണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. ഞാൻ അതിട്ട സമയത്ത് കുറേ മക്കൾ പറയുന്നത് കണ്ടു, എന്താണ് അർത്ഥം വായിക്കാൻ അറിയുന്നില്ല മിസ്സേ. ഒരു ചെറിയൊരു ഐഡിയ വെച്ചിട്ട് ചെയ്യാം, അതിന് മാത്രം ടഫുള്ള സാധനം തരത്തില്ല. നിങ്ങൾ നോക്കി, ഇത് രാജയും നാടകവും അഭിനയവും ഒക്കെ മക്കൾക്ക് അറിയാത്ത വാക്കാണോ? അല്ല, ഇതൊക്കെ നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്കുകളാണ്. അത് വെച്ച് മലയാളം ഒന്ന് കണക്ട് ചെയ്യുക, അത്ര മാത്രമേ ചെയ്യണ്ടൂ കേട്ടോ. ടെൻഷൻ ആവരുത്. ടെൻഷൻ ആയി കഴിഞ്ഞാൽ എന്താ ഉള്ളതും കൂടി പോയി പോകും. ഇതെനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കരുത്. ഓക്കെ, എനിക്കറിയാം, മലയാളം ഹിന്ദിയും കണക്ട് ചെയ്തിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങ് ചെയ്യാം കേട്ടോ. ചെയ്യാം, എങ്ങനെ കറക്കി കുത്തിയാലും ശരിയാവും.
എന്തെങ്കിലുമൊക്കെ ആക്കി ശരിയാവുമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പൊ നോക്കാം, ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു രാജാക്ക നാടകമേ എന്ന് പറഞ്ഞ 2 വാക്കുകൾ തന്നിട്ടുണ്ട്. രാജേൻ കർത്താഹെ, ഇത് എക്സാമ്പിൾ മാത്രമാണ്, ഇത് തന്നെ വരുന്നല്ല, എക്സാമ്പിൾ മാത്രമാണ്. പക്ഷെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, കൂട്ടിച്ചേർത്ത് എഴുതേണ്ടി വരും എന്നുള്ളതാണ് കേട്ടോ. രാജേൻ കർത്താഹെ, രാജേൻ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. രാജേൻ അഭിനയ കർത്താഹെ, രാജേൻ അഭിനയിക്കുന്നു. പിന്നെന്താണ്, രാജേൻ നാടകമേ അഭിനയ കർത്താഹെ, രാജേൻ നാടകത്തിൽ അഭിനയിക്കുന്നു. പിന്നെന്താണ്, രാജേൻ നാടകത്തിൽ രാജാവിന്റെ അഭിനയമാണ് ചെയ്യുന്നത്, നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഏകദേശം ഇതേപോലെയാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഓരോന്ന് ചേർത്ത് വലുതാക്കി കൊണ്ടുവരാ. 3 സെന്റൻസ് എങ്കിലും ചിലപ്പോൾ നമുക്ക് എഴുതാനുണ്ടാവും നാളത്തെ എക്സാമിന്. 3 മാർക്കിനാണ് ഇത് ചോദിക്കാൻ സാധ്യത കൂടുതൽ കേട്ടോ. 2 മാർക്കിനല്ല 3 മാർക്കിന് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ എഴുതാം. ഓക്കെ, ഇതാണ് നമുക്ക് സാധാരണ നിലയിൽ എന്ത് പഠിക്കാനുള്ള കുറച്ച് നമ്മുടെ ഈ ഒരു ഫോർമാറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റ് ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാൽ എന്താണ്, ഏകദേശം മാർക്ക് കിട്ടാനുള്ള സംഗതികളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറേ മക്കൾ ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളുണ്ടല്ലോ, എന്തായാലും ഗ്രാമർ നമ്മളെ മെഗാ മാരത്തോണിൽ നമ്മുടെ ബാബു സാർ നിങ്ങൾക്ക് എടുത്തു തരും. ഓക്കെ, പക്ഷേ എന്താണ്, ഒരു കുഞ്ഞു സാധനം മിസ് ഈ ഒരു സംഭവത്തിൽ പറഞ്ഞുതരാം. 2025 നിങ്ങളുടെ 25 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത് 26 നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മുകളിൽ കാണുന്നത്. ഇത് 25 നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ്, കുറെ ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അട്ടത്ത് നോക്കിക്കും, കുറെ ആൾക്കാർ അത് സ്കിപ്പ് അടിക്കും. ഇങ്ങനത്തെ പരിപാടിയാണ്. ഓക്കെ, ഇതിന് എന്തെങ്കിലും കോഡ് പഠിച്ച ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഇത് നിർത്തിക്കോളാം. ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ എന്തെങ്കിലും പഠിക്കാൻ പോവാം. ഇനി ഇതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് എന്നുള്ള ആൾക്കാർ ഇതൊന്ന് കണ്ടോളാം, നമുക്ക് സെറ്റ് ആക്കാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യില്ല, തെറ്റിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അത് എനിക്ക് ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. നോക്കുക, നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ ഈ സാധനം കത്തും. നോക്കണേ, നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ നോക്കിക്കേ. ഉൻകേ മേ നിഹിത് സർവനാം എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. ഉൻകെ എന്ന് പറയുന്ന ശബ്ദത്തിലുള്ള സർവനാം ഏതാണെന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ മുജെ എന്ന് പറയുന്ന സംഭവത്തിലെ സർവനാം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എഴുതാനുള്ള ഒരു ട്രിക്കാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഉൻകെ എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം എന്നറിയോ, ആദ്യം ഇതിനെ സ്പ്ലിറ്റ് അടിച്ചിട്ട് എന്താണോ ഇതിന്റെ സർവനാം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതൊക്കെ എങ്ങനെ ചെയ്യും മിസ്സേ, പറഞ്ഞു തരാം. ഒന്നുമില്ല, ചെറിയൊരു കോഡാണേ, ഒരു ചെറിയ കോഡാണ്. സ്പീഡിൽ നിങ്ങൾ പഠിക്കുക. ഈ എക്സാമിന് വരുന്ന സമയത്ത് എന്ത് ചെയ്യാന്നറിയോ, ഈ സംഭവം സൈഡിൽ എഴുതി വെക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഏതാണോ എന്നുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒന്നും ചെറുതായിട്ട് പഠിക്കുക. ഇസയഹ ഉസവഹ ഇനയെ ഉനവേ, ഇത്രയേ ഉള്ളൂ. ഇസയഹ ഉസവഹ ഇനയെ ഉനവേ, ഇസയഹ ഉസവഹ ഇനയെ ഉനവേ. ഇത്ര പഠിച്ചാൽ മതി. നോക്കണേ, കറക്റ്റ് ശ്രദ്ധിച്ചോണേ. ഇത് കണ്ണും കാതൊക്കെ കൂർപ്പിച്ച് എല്ലാം ഇരുന്നിട്ട് നല്ല കോൺസെൻട്രേഷനോട് കൂടി കേട്ടോളാം. നോക്കാം, ഇസ യഹ എന്നുള്ളത് എന്താണ്, ഇസ് യഹ് ആണെന്ന് വിചാരിക്കാം. ഉസ വഹ എന്നുള്ളത് ഉസ് വഹ് ആണെന്ന് വിചാരിക്കാം. ഇന യേ എന്നുള്ളത് ഇൻ യേ ആണെന്ന് വിചാരിക്കാം. ഉന വേ എന്നുള്ളത് ഉൻ വേ ആണെന്ന് വിചാരിക്കാം. ഇനി മക്കൾ നോക്കിക്കേ, നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ അറിയോ, ഉൻകെ എന്നുള്ളതിന്റെ സർവനാം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. മിസ് എന്ത് ചെയ്യാൻ പോവാന്നറിയോ, ഇതൊന്ന് സ്പ്ലിറ്റ് അടിക്കാൻ പോവാണേ. ഉന്ന് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. മക്കൾ നോക്കണേ, ഉന്ന് എന്നാണ് തന്നിട്ടുള്ളത്. ഈ ഉന്നിന്റെ കൂടെ ആര് ചേരുന്ന നമ്മൾ ഇവിടെ പഠിച്ചത്, ഉന്നിന്റെ കൂടെ പറ്റിയ ആളാരാണ്, വേ ആണ്. അപ്പൊ ഉൻകെ എന്നുള്ളത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണേ. നോക്കണേ, വേ പ്ലസ് കെ എന്ന് എഴുതുന്നു, മുജെ നമുക്ക് പിന്നെ പഠിക്കാവേ. ഓക്കെ, ഇനി നോക്കിക്കേ മക്കള്, ഉസ്കി എന്നാണ് തന്നതെങ്കിൽ ഉസ്കിയിൽ ഉള്ള സർവനാം ഏതാണ് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ നോക്കണേ, ഉസിന്റെ കൂടെ ആര് വരുന്ന പഠിച്ചിട്ടുള്ളത്, വഹ് വരുന്ന പഠിച്ചത്. നോക്കിക്കേ, ഇസയഹ ഉസ് വഹ. ഓക്കെ മക്കൾ, എന്ത് എഴുതുന്നു, വഹ് പ്ലസ് കി എന്ന് എഴുതി കൊടുക്കുന്നു. ഇനി നോക്കണേ, നിങ്ങൾക്ക് ഇൻ ക എന്നാണ് തന്നതെന്ന് വിചാരിക്കുക. അപ്പൊ മക്കൾ നോക്കുന്നു, ഉസ വഹ ഇസ വഹ, പിന്നെന്താണ്, ഉനവേ ഇനയെ ഉനവേ എന്നുള്ളതാണ്. ഇന്നിന്റെ കൂടെ ആര് വരുന്നു നമ്മൾ പഠിച്ചത്, എ വരുന്നു പഠിച്ചു. അപ്പൊ നമുക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേ, എ പ്ലസ് ക എന്ന് എഴുതി കൊടുത്തു. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടെ കിട്ടുന്ന ആൾക്കാരില്ലേ,
ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സർവനാം എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റിന്റെ ആൻസർ അപ്പൊ എന്തായി മക്കളെ നോക്കണേ. ഉൻകേയിൽ ഉള്ള സർവനാം ഏതാണ് ചോദിച്ചാൽ മക്കൾ കണ്ണും പൂട്ടി ആൻസർ എഴുതുന്ന എന്താണ്? ഉനവേ ആണ്. വേ എന്ന് എഴുതി വെക്കുന്നു. ഇതാണ് നമ്മുടെ ശരി ഉത്തരം. മുജെ നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഈ ഒരു സംഭവം ഉന്ന്, ഉസ്, ഇസ്, ഇന്ന്, ഈ 4 ആൾക്കാരും വന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നോക്കണേ സർവനാം കണ്ടെത്താൻ പറ്റും. ഈ ഒരു സാധനം വെച്ചാൽ ഇസ, യഹ, ഉസ, വഹ, ഇന, യെ, ഉനവേ പഠിച്ചു കഴിഞ്ഞ സെറ്റാണ്. ഇനി നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഇപ്പുറത്തെ ആളെ ഞാൻ എങ്ങനെ എഴുതി എന്നുള്ള ഡൗട്ട് പല ആൾക്കാർക്കും ഉണ്ടാവും. ഇയാള് മാറുമോ? ഇയാള് മാറത്തില്ല. ഇയാൾ ഇവിടെ കാ ആണെങ്കിൽ ഇവിടെ കാ, ഇവിടെ കൊരങ്ങനാണെങ്കിൽ ഇവിടെ കൊരങ്ങൻ, ഇവിടെ കീക്കി ആണെങ്കിൽ ഇവിടെ കീക്കി, ഇവിടെ കാക്ക ആണെങ്കിൽ ഇവിടെ കാക്ക. അങ്ങനെ എന്താണ്? ഇയാള് മാറൂല. ആകെ സർവനാം മാത്രമേ മാറുള്ളൂ. ഇയാളെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് അങ്ങനെ സ്പ്ലിറ്റ് അടിച്ച് എഴുതാൻ വരില്ല. സർവനാം ഏതാണെന്ന് മാത്രമേ എഴുതാനുണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു? ഇത് വെച്ചിട്ട് ഇത് ഫുള്ള് ഒറ്റയടിക്ക് ഇത് ഫുള്ള് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റാണ് ഈ ഗ്രാമർ. ഓക്കെ, ഇനി ഇങ്ങനത്തെ ഒരു സാധനം വന്നതിനെ നിങ്ങൾ തെറ്റിക്കില്ല. ഉസസേ എന്നുള്ളത് എങ്ങനെയായിരിക്കും വരിക? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉസസേ എന്നുള്ളത് കാണാതെ അങ്ങനെയല്ല, ആ സൈഡിൽ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇസയഹ, ഉസവഹ എഴുതി വെക്കുക. ഓക്കെ, ഉസിന്റെ കൂടെ വഹാണ് വരാ. അപ്പൊ മക്കൾ എന്ത് ചെയ്തു? അതിലുള്ള വഹ് പ്ലസ് സേ ആണ്. ഇസിന്റെ കൂടെ ആര് വരും? നമ്മൾ പഠിച്ചു നോക്കിക്കേ, ഇസ യഹയാണ്. അപ്പൊ നോക്കിക്കേ, നമ്മള് യഹ് പ്ലസ് സേ എഴുതി വെച്ചു. അതേപോലെ തന്നെ ഉന്നിന്റെ കൂടെ വേ ആണ് വര, വേ പ്ലസ് കി ആണ്. ഇന്നിന്റെ കൂടെ എ ആണ് വര, എ പ്ലസ് ക ആണ്. ബാക്കിയൊക്കെ എന്ത് ചെയ്യും? എന്റെ മക്കള് സ്വന്തമായിട്ട് എഴുതണം. ഇങ്ങനെ എന്ത് ചെയ്താ ഫില്ല് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം സെറ്റാണേ. ഇനി നോക്കാം, വേറൊരു സംഭവം കൂടി ഉണ്ട്. ഈ കോ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, കോ മിസ് പറഞ്ഞു എന്താണ്? ഇവിടെ സേ, ഇവിടെ കീ, കാ, നേ, കോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വരുന്നില്ലേ? ഈ കോ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സംഭവം എഴുതുന്നത്. ഈ കോ എന്ന് പറയുന്ന ആള് വരുന്ന സമയത്തുണ്ടല്ലോ, കൊമ്പുണ്ട് എന്നുള്ള കാര്യം കൂടി ആലോചിക്കുക. കോക്ക് എന്തുണ്ട്? കൊമ്പുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇയാളുണ്ടല്ലോ 2 രീതിയിൽ അറിയപ്പെടും. ഈ ഉസ്കോ എന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടില്ലേ? ഉസ്കോ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതും? നമ്മള് വഹ് പ്ലസ് കോ എന്ന് എഴുതും. ഓക്കെ, ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഉസ്സേ എന്നുള്ളത്. ചിലപ്പോൾ മക്കളോട് എന്ത് ചോദിക്കും? ഉസ്സേ എന്ന് പറയുന്ന ശബ്ദത്തിലുള്ള എന്ത് എഴുതാൻ വേണ്ടി പറയും? സർവനാം എഴുതാൻ വേണ്ടി പറയും. നോക്കണേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഉസ്സേ എന്ന് പറഞ്ഞ ശബ്ദത്തിലുള്ള സർവനാം എഴുതാൻ വേണ്ടി പറയുന്ന സമയത്ത് മക്കൾ പലപ്പോഴും ഉസ് സേ, ഉസ് എന്ന് വെച്ചാൽ എന്താണ്? ആ വഹാണ്, സേ വെച്ചാൽ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഒന്നുമില്ല, ഇതെന്താണ്? വഹാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ആലോചിച്ചൂടെ? വഹാണ്. ഉസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വഹ ആയിരിക്കും. ഇസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യഹ ആയിരിക്കും ആലോചിക്കുക. ഉന്നെന്ന് വെച്ചാൽ എന്താണ്? അത് വേ ആയിരിക്കും ആലോചിക്കുക. ഇന്നെന്ന് വെച്ചാൽ അത് യേ ആയിരിക്കും എന്നുള്ള ആലോചിക്കുക. അത് മാത്രം ആലോചിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ വേറെ പേരിലൊക്കെ ഇത് ചോദിച്ചാലും മക്കൾ എന്ത് ചെയ്യരുത്? ടെൻഷൻ ആവരുത് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് ഉൻഹേ എന്നുള്ളത് എന്തായിരിക്കും? ഉൻഹേ എന്ന് പറയുന്നത് ഉന്ന ഉള്ളത് കൊണ്ട് എന്തായിരിക്കും? ഏത് സർവനാം? വേ ആയിരിക്കും. ഇൻഹേ, ഇൻ നാ ഉള്ളതുകൊണ്ട് എന്തായിരിക്കും? അത് യേ ആയിരിക്കും. ഈ ഒരു സംഭവം പഠിച്ചാൽ മതി. ഇതേ ഇസയഹ, ഉസവഹ, ഇനയേ, ഉനവേ. ഈ സാധനം ഉണ്ടെങ്കിൽ സെറ്റാണ് ഇത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എന്റെ മക്കൾ ചെയ്യുന്ന എനിക്കറിയാം. ഇത് ഫുള്ള് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. ഈ ഒരു ഫോർമാറ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിപ്പോ തന്നെ ഇങ്ങനെ പാടി പഠിച്ചോളാം. ഉറക്കത്ത് ചോദിച്ചാലും കൂടി പറയണം. ഇനി ഇയാൾ ഇവിടെ തീർന്നോ? ഇല്ല, 2 ആൾക്കാരും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. മേ എന്ന് പറയുന്ന സാധനം, തു എന്ന് പറയുന്ന സാധനം. നോക്കണേ മക്കള്, യേ പഠിച്ചു, വേ പഠിച്ചു, യഹ് പഠിച്ചു, വഹ് പഠിച്ചു. അതിന്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് മേയും തൂയും. ഇത്രേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുള്ളൂ. ഓക്കെ, മേയും തൂയും കൂടി ചോദിക്കാനുണ്ട്. ഒന്നില്ല, മേ പ്ലസ് കി മേരിയാണ്, മേ പ്ലസ് ക മേരാന്നാണ്, മേ പ്ലസ് കെ മേരേന്നാണ്. നോക്കിക്കേ, ഈ ഒരു രാ രീ രേ അത് ആലോചിച്ചാൽ മതി കേട്ടോ. കാ എന്നുള്ളത് രായായിട്ട് മാറുന്നു, കീ എന്ന് പറയുന്നത് രീ ആയിട്ട് മാറുന്നു. അങ്ങനെ ഒന്നുമില്ല, നിങ്ങളോട് ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, മേരയിലുള്ള സർവനാം ഏതാണ്? അപ്പൊ മേര, മാ വന്നുകൊണ്ട് മക്കൾ അപ്പൊ തന്നെ എടുത്ത് എഴുതുന്നു എന്ത്? മേം. ഓക്കെ, പിന്നെന്താണ്? ഈ ഒരു ചില സമയം ഞാൻ പറഞ്ഞു കോക്ക് ഒരു കൊമ്പുണ്ടെന്ന് പറഞ്ഞ ഓർമ്മയില്ലേ മക്കൾക്ക്? കോ എന്ന് പറയുന്ന ആള് വേറെ തന്നെ രീതിയിൽ അറിയപ്പെടുന്നു പറഞ്ഞില്ലേ? മേ പ്ലസ് കോ എന്താ അറിയോ? മേരോ എന്നല്ല, മുജെ അല്ലെങ്കിൽ മുജുക്കോ എന്നാണ് കേട്ടോ. മുജെ അല്ലെങ്കിൽ മുജുക്കോ എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ തൂ പ്ലസ് കാ തേരയായിരിക്കും, തൂ പ്ലസ് കി തേരിയായിരിക്കും, തൂ പ്ലസ് കെ തേരയായിരിക്കും. അതേപോലെ തന്നെ തൂ പ്ലസ് കോ എന്തായിരിക്കും? നോക്കിക്കേ, തുജേ അല്ലെങ്കിൽ
തുജുക്കോ എന്നുള്ള പേരിൽ അറിയപ്പെടും. മക്കൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഈ മാ വെച്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുജേന്നോ മുജ്കോന്നോ മേരിന്നോ പിന്നെന്താണ് മേരാന്നോ മേരേന്നോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് മേന്റെ ആൾക്കാരാന്നുള്ള കാര്യം ആലോചിക്കുക. മേ എന്ന് പറഞ്ഞ സർവനാമിന്റെ ആൾക്കാരാന്ന് ആലോചിക്കുക. ഇനിയിപ്പോ മറ്റേത് ഇപ്പൊ തേരാന്നോ തേരീന്നോ തുജുക്കോന്നോ തുജേന്നോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ താ എന്നുള്ള സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അത് തു എന്ന് പറഞ്ഞ ആളുടെ ആൾക്കാരായിരിക്കും എന്നുള്ള ആലോചിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇത് നമ്മൾ പഠിച്ചു വെട്ടോ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. മാ മേ ആയിരിക്കും, തേരെ തേരി അതൊക്കെ തൂ ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. പിന്നെന്താണ് ഇസയഹ ഉസവഹ ഇനയെ ഉനവേ പഠിച്ചു വെക്കുക. ഓക്കെ, അത് പഠിച്ച ആൾക്കാരാണ് നിങ്ങൾ. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് മുജേയിലുള്ള സർവനാം ഏതാണ് ചോദിച്ചു. മുജേ എന്നുള്ളതാണ്. അപ്പൊ മുജേ എന്നുള്ളത് നമ്മൾ പഠിച്ചത് എന്താണ്? മേ എന്ന് പറയുന്ന സർവനാമാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു? മേ എന്ന് എഴുതി വെക്കുന്നു. അപ്പൊ ഈ ഒരു സംഭവം എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു സംഭവമാണ്. മക്കൾ എന്ത് ചെയ്യണം? ഈ ഒരു എന്ത് പഠിക്കുക? ഈ ഒരു കോഡ് പഠിക്കുക. പിന്നെ മേക്കും തൂനും മാത്രം വേറെ എന്താ സെപ്പറേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാലും മതി. ആലോചിച്ച് വെച്ചാൽ മതി, വേറെ ഒരു ടെൻഷനും ഇല്ല. ആലോചിച്ചിട്ടെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൂപ്പറായിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഇത് മാത്രമല്ല നമുക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇനിയും ഇഷ്ടംപോലെ ഗ്രാമർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് വെറുതെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എന്താണ് ഒരു ചെറുതായിട്ടൊരു കോഡ് വെച്ച് പഠിപ്പിച്ചതെന്നേ ഉള്ളൂ. ഇത് എന്തായാലും മക്കൾ പഠിക്കണം. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടു കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരു തരത്തിലും നഷ്ടമാവാൻ പോകുന്നില്ല. നന്നായിട്ട് എൻ്റെ മക്കൾ എക്സാം എഴുതാം, ഒരു ടെൻഷനും വേണ്ട. നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളൊക്കെ സൂപ്പറാണ്. ഓക്കെ, അപ്പം ചാച്ചാ ബൈ ബൈ. നാളത്തെ എക്സാം നന്നായിട്ട് എഴുതാം കേട്ടോ. ബൈ.